നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. കുരുമുളക് ക്ഷാമം രൂക്ഷം, വെളിച്ചെണ്ണ വില കുറച്ച് തമിഴ്നാട് ലോബി. കുരുമുളക് ക്ഷാമം രൂക്ഷമായതോടെ നിരക്കുയർത്തി ചരക്ക് സംഭരണത്തിന് അന്തർസംസ്ഥാന ഇടപാടുകാരും ഉത്തരേന്ത്യൻ വ്യവസായികളും രംഗത്ത്. ഇടുക്കി, വയനാട് ഭാഗങ്ങളിൽ നിന്നുള്ള നാടൻ ചരക്കിന് വിൽപ്പനക്കാർ കുറവാണ്. കലർപ്പില്ലാത്ത മുളക് താഴ്ന്ന വിലയ്ക്ക് സംഭരിക്കാൻ നിലയുറപ്പിച്ചവർ ഒടുവിൽ നിരക്ക് വർദ്ധിപ്പിച്ച് വിൽപ്പനക്കാരെ ആകർഷിക്കാനുള്ള ശ്രമത്തിലാണ്. അതേസമയം വൻവില മോഹിച്ച് സ്റ്റോക്കിസ്റ്റുകളും മധ്യവർത്തികളും ചരക്ക് നീക്കം നിയന്ത്രിച്ചത് മുളക് ക്ഷാമം രൂക്ഷമാക്കി. കൊച്ചിയിൽ അൺകാർബിഡ് മുളക് വില 69,200 രൂപയായി ഉയർന്നു. അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഇന്ത്യൻ നിരക്ക് ടണ്ണിന് $7,700. സംസ്ഥാന സർക്കാരിൻ്റെ ശക്തമായ നീക്കം കണ്ട് തമിഴ്നാട് ലോബി വെളിച്ചെണ്ണ വില കുറച്ചു. ഓണവിൽപ്പന മുന്നിൽ കണ്ട് നേരത്തെ കൃത്രിമ വിലക്കയറ്റത്തിന് അവർ നടത്തിയ നീക്കം പരാജയപ്പെട്ട ആഘാതം വിട്ടുമാറും മുന്നേ സർക്കാർ ഏജൻസികൾ വെളിച്ചെണ്ണ വില കഴിഞ്ഞ ദിവസം കുറച്ചത്. സപ്ലൈകോ ലിറ്ററിന് 229 രൂപയായും കേരഫെഡ് 300 രൂപയായും നിരക്ക് താഴ്ത്തിയ പ്രഖ്യാപനം പുറത്തു വന്നത്. ഇതോടെ സ്റ്റോക്ക് വിറ്റുമാറാനുള്ള തിരക്കിട്ട നീക്കത്തിലാണ് കാങ്കയത്തെ കൊപ്രയാട്ട് വ്യവസായികൾ. അവർ വെളിച്ചെണ്ണ വില കിൻഡലിന് 350 രൂപ ഇന്ന് കുറച്ചു 23,000 രൂപയാക്കി. കൊച്ചി മാർക്കറ്റ് 25,500 രൂപയിൽ സ്റ്റഡിയാണ്. ഉൽപ്പാദന മേഖലയിൽ ഇന്ന് നടന്ന ഏലക്ക ലേലത്തിൽ 350,000 കിലോഗ്രാം ചരക്കാണ് വിൽപ്പനയ്ക്കെത്തിയത്. കയറ്റുമതിക്കാരും ആഭ്യന്തര വ്യാപാരികളും ഏലക്ക സംഭരിക്കാൻ ലേലത്തിൽ മത്സരിച്ചത് വിലക്കയറ്റത്തിന് ശക്തി പകർന്നു. മികച്ച ഇനം ഏലക്ക കിലോ 4,240 രൂപയിലും ശരാശരി ഇനങ്ങൾ 3,200 രൂപയിലും കൈമാറി. മൊത്തം 79,102 കിലോ ഏലക്ക വിൽപ്പനയ്ക്കിറങ്ങിയതിൽ 74,002 കിലോയും വിറ്റഴിഞ്ഞു. അപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഇടപെടൽ മൂലം വെളിച്ചെണ്ണ വൻ വിലയിലേക്ക് നീങ്ങേണ്ടത് വില കുറച്ചിരിക്കുകയാണ് തമിഴ്നാട്ടുകാർ. കേരളത്തിൽ ഓണം ആഘോഷിക്കുന്ന ജനങ്ങൾക്ക് വലിയൊരു സന്തോഷ വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. ദിവസേനയുള്ള ഇതേപോലെയുള്ള ന്യൂസുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. എല്ലാവരും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്.